ഹോസ്പിറ്റലിലെ പുറത്ത് വന്നിട്ട് മാതാവി ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചത്. അവിടെ ചെന്ന് കാശ് രൂപവും പിടിച്ചാണ് ഞാൻ അകത്തേക്ക് കയറിയത്. ഡോക്ടർ എൻ്റെ 2 സ്കാൻ റിപ്പോർട്ടും, ഞാൻ ESA വഴി എടുത്ത സ്കാൻ റിപ്പോർട്ടും എൻ്റെ CT സ്കാൻ ആസ്ട്രോ മെഡിസിറ്റിയിൽ എടുത്ത റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞത് ഇത് രണ്ടും 2 ആളുകളുടെ സ്കാൻ റിപ്പോർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണേന്ന് പറഞ്ഞു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെസിമോൾ ആൻ്റണി. ഞാൻ എറണാകുളം ജില്ലയിലെ ചിറ്റൂർ തിരുക്കുടുംബ ഇടവകയിൽ നിന്ന് വരുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി 2ാം തവണയാണ് ഞാൻ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് ലഭിച്ച 3 രോഗസൗഖ്യങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. 35 വർഷമായി, അതായത് ഏകദേശം സ്കൂളിൽ പഠിക്കുന്ന സമയം തുടങ്ങി എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഹീമോഗ്ലോബിൻ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ തലവേദന കൂടിക്കഴിയുമ്പോൾ ഛർദിലാകും, തലകറക്കമാകും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും. അങ്ങനെ അതെൻ്റെ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് വരെ ഞാൻ ഈ മൈഗ്രെയിൻ മൂലം വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. പല ഡോക്ടേഴ്സിനെയും കാണിച്ചു, കുറേ നാൾ ആയുർവേദം കഴിച്ചു, പക്ഷേ ഒരു കുറവും ഉണ്ടായില്ല. 2021 എനിക്ക് കോവിഡ് വന്ന സമയത്ത് ഇത് സിവിയറായി. ഞാനൊരു ന്യൂറോ സർജനെ കാണിച്ചപ്പോൾ ഡോക്ടർ CT ചെയ്തിട്ട് പറഞ്ഞത് തൻ്റെ തലച്ചോറിൽ വെള്ളം കെട്ടുന്നുണ്ട്, അപ്പം നട്ടൽ കുത്തി വെള്ളം എടുത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്, രോഗമല്ല. ആ അവസ്ഥ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു. എനിക്ക് ഒരു ആൾക്കൂട്ടത്തിൽ പോകാനോ വെയിൽ കൊള്ളാനോ ഭക്ഷണം ഒഴിവാക്കാനോ ഉറക്കം ഇളക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. ആഴ്ചയിലൊരു 3 പ്രാവശ്യമെങ്കിലും എനിക്ക് തലവേദന വരുമായിരുന്നു. അപ്പോൾ ഈ ഭയം കൊണ്ടാണ് ഞാൻ ഇത്ര നാളും ജീവിച്ചിരുന്നത്. എൻ്റെ ജോലി, പല സ്ഥലത്തും ജോലിക്ക് കയറി ഈ ഒരു അസുഖം കാരണം ഞാൻ ജോലിയൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ 2021 ഞാൻ എൻ്റെ ജോലി വേണ്ടാന്ന് വെച്ചു. അങ്ങനെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ നാത്തൂൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. നാത്തൂൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ജെസ്സി പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, എല്ലാം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ 22 മെയ് മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ നിയോഗത്തിൽ ഞാൻ വെച്ചത് എൻ്റെ രോഗം മാറണമെന്നല്ല, എനിക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ് എഴുതിയത്. അതെന്നെക്കൊണ്ട് മാതാവ് എഴുതിച്ചതായിരിക്കും. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴൊക്കെ ഇവിടെ വന്ന് ഒറ്റയ്ക്കാണ് ഞാൻ വന്നിരുന്നത്. വരുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്ത് ഈ തിരക്കിലൊക്കെ വന്ന് നിന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഞാൻ ഛർദ്ദിച്ച് അവശയായിട്ടുണ്ടാവും. പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് രാത്രി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഒത്തിരി ചീത്തയൊക്കെ ഞാൻ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് കേട്ടിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പോണേന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ അന്ന് തുടങ്ങി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കിത് സഹിക്കാനുള്ള ശക്തി തരും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. 2023 ഞാൻ അതിൻ്റെ ആദ്യത്തെ സാക്ഷി ഇവിടെ പറഞ്ഞത് എൻ്റെ 6 നിയോഗങ്ങൾക്കും ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഇതിൻ്റെ കാര്യം ഞാൻ അന്നേരം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി 6 കാര്യങ്ങൾക്കും ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. പിന്നത്തെ തവണ പുതുക്കാൻ വന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ ആലയത്തിൻ്റെ വാതുക്കൽ ഞാനിങ്ങനെ കുഴഞ്ഞു വീണൊരവസ്ഥയിലായി. എന്നെ സെക്യൂരിറ്റി ചേട്ടനാണ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തിച്ചത്. ആരുടെയൊക്കെ സഹായത്തോടെ ഞാനൊരു രാത്രി 8:30 മണിയായപ്പോഴാണ് വൈറ്റിലെത്തിയത്. അവിടെ നിന്ന് എനിക്കൊരു അടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അന്നേരം എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഛർദ്ദിക്കുമെന്നുള്ള തോന്നലിൽ തന്നെയാണ് നടക്കുന്നത്. എനിക്കറിയാം, ഇത് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാനിപ്പോൾ ഛർദ്ദിക്കും, അല്ലെങ്കിൽ ഞാൻ റോട്ടിൽ വീഴും. ഫോൺ ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ദൂരെ ഒരു ഓട്ടം പോയിട്ട് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ, എന്നെ വന്ന് വിളിക്കാൻ ആരുമില്ല. ഞാൻ ബസ്സിൽ കയറി ഇരുന്നിട്ട് ഞാൻ ആദ്യം എൻ്റെ വായിലോട്ട് തൈലം ഇട്ടിച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ ബസ്സിലെ കണ്ടക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എവിടെ ഇറങ്ങണ്ടേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ചിറ്റൂരാ പോകേണ്ടത്, പക്ഷേ അത് എടപ്പള്ളി ബസ്സായിരുന്നു. അപ്പോൾ എന്നെ അവർ പറഞ്ഞു ഇത് എടപ്പള്ളി ബസ്സാണിത്, താൻ കയറിയ ബസ് മാറിപ്പോയി. അവരെന്നെ വേറൊരു സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് വേറെ ബസ്സിൽ എന്നെ കയറ്റി വിട്ടു. ഞാൻ അങ്ങനെ കച്ചേരിപ്പടി ചെന്നിറങ്ങി. അവിടെ ചെന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ അപ്പോഴേക്കും എൻ്റെ മോൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കണക്കിന് ഞാൻ അവൻ്റെ വണ്ടിയുടെ പുറകിലിരുന്ന് റോഡ് നീളെ ഛർദ്ദിച്ചാണ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പോൾ ബോധമൊന്നും ഉണ്ടാകാത്ത അവസ്ഥയായിരുന്നു. ഞാൻ എവിടെ കിടക്കണമെന്ന് പോലും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് രാത്രി മുഴുവനും ഹസ്ബൻഡിൻ്റെ ചീത്ത കേട്ടു. നീ ആവശ്യമില്ലാത്തതിനൊക്കെ പോയിട്ടാണെന്ന് പറഞ്ഞ് ഒരുപാട് ചീത്ത കേട്ടു. അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, എനിക്ക് പള്ളിയിൽ പോകണം. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് രാത്രി പറഞ്ഞു എനിക്ക് പള്ളിയിൽ പോകണോട്ടാന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് അത്രയും വയ്യാത്തൊരവസ്ഥയിലാണ്. പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കിടന്നു. കാശുരൂപം കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്ത് വന്നാലും കാലത്തെ കുർബാന കൂടണം, അതിനെങ്കിലും മാതാവ് എന്നെ ഇടയാക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ എണീക്കുമ്പോൾ വീട്ടിലെല്ലാവരും എണീറ്റിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ മുറി നിറച്ചും ഒരു മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തത് വേളാങ്കണ്ണിയിലൊക്കെ പോകുമ്പോൾ ആ ആൾത്താരയുടെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ സുഗന്ധമാണ് എനിക്ക് ഫീൽ ചെയ്തത്.
അപ്പം ഞാനത് ഹസ്ബൻഡിനോടും മക്കളോടും പറഞ്ഞപ്പോൾ അവരൊക്കെ ചിരിച്ച് കളിയാക്കി, നിൻ്റെ തോന്നലാണ് ഇതൊക്കെ, ഇപ്പോൾ ഓവറായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തോന്നലുകൾ പലതുണ്ടാവും എന്ന് എൻ്റെ മക്കളും ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എനിക്ക് കിട്ടിയ എനർജി എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുർബാനയ്ക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ BCCയിലെ ഭാരവാഹിയായിരുന്നു. അത് കഴിഞ്ഞൊരു മീറ്റിംഗ് ഉണ്ടായി, അതിലെല്ലാം അറ്റൻഡ് ചെയ്ത് 12:30 വീട്ടിൽ വരുമ്പോൾ തലേ ദിവസം എനിക്കുണ്ടായ ഒരു രോഗാവസ്ഥകളും എനിക്കുണ്ടായിരുന്നില്ല. അന്ന് തുടങ്ങി എനിക്കൊരു സങ്കടം ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. മാതാവിൻ്റെ സാമീപ്യം ഫീൽ ചെയ്ത ആ നിമിഷം തുടങ്ങി എനിക്ക് ഒരു സങ്കടങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ വേദനയെ ഓർത്ത് കരഞ്ഞിട്ടില്ല. പക്ഷേ തലവേദന എനിക്ക് ഇടയ്ക്ക് വരും. ഒരു 25 ഗുളികയെങ്കിലും ഒരു മാസം ഞാൻ കഴിക്കും. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2022 ഞാൻ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി, ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചതാണ് എനിക്ക് ആ ജോലി. അവിടെ എനിക്ക് ദൈവം ഒരുക്കി തന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഒരു ചെന്നൈ കമ്പനിയാണ്. പക്ഷെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറുടെ ഓഫീസ്. ആ ഓഫീസിൽ എനിക്ക് മാത്രമായിട്ടൊരു ക്യാബിൻ മാതാവ് ഒരുക്കി തന്നു. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ജപമാല ചൊല്ലാനും വചനം വായിക്കാനും സാക്ഷ്യം കേൾക്കാനും എല്ലാത്തിനും ഞാൻ ധ്യാനം കൂടുന്നതൊക്കെ എൻ്റെ ഓഫീസിലിരുന്നാണ്. എനിക്കൊരാളുടെ ശല്യമില്ല, ആരോടും സൊറ പറഞ്ഞിരുന്ന് സമയം കളയണ്ട. അങ്ങനെ ഒരുപാട് അനുഗ്രഹം എനിക്ക് മാതാവിൻ്റെ ജോലി മേഖലയിൽ തന്നെ തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ ഈ വേദന കൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 2 വർഷം മുന്നേ എനിക്ക് എൻ്റെ അണപ്പല്ലിൽ ഒരു വേദന വന്നു. എനിക്കൊന്നും ചവക്കാൻ പറ്റാത്ത അവസ്ഥ, സംസാരിക്കുമ്പോൾ കൂടി വേദന. അങ്ങനെ ഞാൻ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പല്ലിന് കേടൊന്നുമില്ല, നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ പല്ലിനും എല്ലിൻ്റെയും ഇടയിലായിട്ട് ഞരമ്പ് ഇങ്ങനെ ഇതായി നിൽക്കുന്നു, ജാമായി കിടക്കുന്നു. അപ്പോൾ അതാണ് ആ വേദന. അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ പല്ലെടുത്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ ഇതുപോലെ അജീർണത വേദന സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളൊരു പല്ല് എൻ്റെ പറിച്ച് കളഞ്ഞതാണ്. അപ്പോൾ ആ പല്ലുകൂടി പോയാൽ പിന്നെ എനിക്ക് അണപ്പല്ലെന്ന് പറഞ്ഞ സാധനം ഇല്ല, എനിക്കൊന്നും ചവക്കാൻ പറ്റില്ല. ഡോക്ടർ അതെടുത്തതൊരു 2 മണിക്കൂർ കൊണ്ടാണ് ആ പല്ലെടുത്തത്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് എടുത്തത്. സെഡേഷനൊന്നും ചെയ്തിട്ടൊന്നും എൻ്റെ വേദനയൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല. ആ പല്ലെടുത്ത സ്ഥലത്ത് ഒരു വലിയ ഹോളാണ് ഉണ്ടായത്. അത് ഡോക്ടർ അന്നേരം കോട്ടണൊക്കെ വെച്ച് തന്നു വിട്ടു. 2 ദിവസത്തോളം അതിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരുന്നു. എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അത് വെച്ചിട്ടാണ് നീരൊക്കെ ആയിട്ടാണ് ഓഫീസിൽ പോയിരുന്നത്, വീട്ടിലെ ജോലികൾ ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ തലവേദനയുടെ ശല്യവും ഒക്കെ ആയപ്പോൾ ശരിക്കും എനിക്ക് ഒരു ഭ്രാന്തെടുക്കുന്ന അവസ്ഥ. തലവേദന കൂടി കഴിയുമ്പോൾ ഞാൻ തലയൊക്കെ മതിലേ കൊണ്ടിട്ട് ഇടിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര സഹിക്കാൻ പറ്റാത്ത തലവേദന വന്നത്. അപ്പോൾ ഞാനങ്ങനെ ഈ ഉടമ്പടി തൈലവും ആ ബ്ലഡ് വരലൊന്ന് നിന്നപ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും ഒരു കോട്ടണിൽ വെച്ചിട്ട് ഞാൻ ആ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു 4 മാസം ഞാൻ ആൻറ്റിബയോട്ടിക് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ തീർത്തും എനിക്ക് ഫുഡൊന്നും കഴിക്കാണ്ടായപ്പോൾ ഞാൻ ക്ഷീണിക്കാൻ തുടങ്ങി, എനിക്ക് ഒട്ടും പറ്റാണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സ്റ്റിച്ച് ഇടാനൊന്നും പറ്റില്ല, പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് താൻ അധികം സ്ട്രെയിൻ എടുത്ത് സംസാരിക്കരുത്, താടിയൊന്നും അനക്കണ്ട അധികം, പിന്നെ അതുപോലെ തന്നെ ഫുഡ് അവിടെ ഇട്ട് ചവക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വായിൽ നിന്ന് കുറേ ചോര വന്നു. അപ്പോൾ എനിക്ക് നോക്കാൻ തന്നെ എനിക്ക് പേടി, എന്തായിരിക്കും ഇനി അവിടെ വീണ്ടും വല്ലതും വല്ല ഞരമ്പ് വല്ലതും പൊട്ടിയോ, കാരണം അത്രയധികം ചോര പോയായിരുന്നു. ഞാൻ പേടിച്ചാണ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ആദ്യം ഞാൻ ഒരു ഗ്ലാസ്സിൽ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അത് എൻ്റെ വായി കൊണ്ടു. വീണ്ടും തുപ്പിയപ്പോഴും ഒത്തിരി ചോര പോയി. ഞാൻ തുറന്നു നോക്കുമ്പോൾ ആ ഹോളായിരുന്ന സ്ഥലത്തൊരു വെളുത്ത നിറത്തിൽ കാണുന്നു. ഞാനോർത്തു ഞാൻ ഈ പഞ്ഞി ഇങ്ങനെ വെച്ചത് വല്ലതും അതിൻ്റെ ഉള്ളിലായി പോയതായിരിക്കുമോ. അപ്പോൾ ഞാൻ പേടിച്ചു പോയി, ഇൻഫെക്ഷനായി കൂടുതൽ ബുദ്ധിമുട്ടായാലെന്ന് ഓർത്ത് ഞാൻ അന്ന് വൈകിട്ട് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തിനാണ് ഈ വേണ്ടാത്തതൊക്കെ വെക്കുന്നത്, മരുന്ന് ഞാൻ ഇവിടെ നിന്ന് വെച്ച് തന്നെ കൂടാണ്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ സ്വയം ചികിത്സയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഒരു ക്രിസ്ത്യനാണ്. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറെ ഞാൻ വേറെ ഒന്നുമല്ല വെച്ചത്, വിശുദ്ധ തൈലവും ഉടമ്പടി ഉപ്പുമാണ് വെച്ചത്, എനിക്ക് മാതാവ് അത് മാറ്റി തന്നോളും, ഡോക്ടറിന് മാറ്റാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർമാർ പറയണ കുറേയൊക്കെ കേൾക്കണം, പ്രാർത്ഥനയും വേണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ എന്നെ കുറേ പിണങ്ങിയൊക്കെ ചെയ്തു. ഡോക്ടർ പരിശോധിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് കോട്ടണമൊന്നും അല്ല, അതെന്തോ എല്ല് പോലെ തോന്നണേന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഡോക്ടർ അത് മരുന്ന് വെച്ചു, ആൻറ്റിബയോട്ടിക് തന്നു, എന്നെ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എന്തായി അവിടുത്തെ സ്ഥിതി എന്നറിയാൻ വാ തുറന്ന് നോക്കിയപ്പോൾ ആ സ്ഥലത്ത് എനിക്കൊരു പല്ല് വന്നേക്കണം, ഒരു അണപ്പല്ല് വന്നേക്കണം, അണപ്പല്ലിൻ്റെ ഷേപ്പിൽ അത് പൊന്തി വന്നേക്കണം. അപ്പം ഞാൻ അത് പല്ല് ഈ പ്രായത്തിൽ എനിക്ക് 44 വയസ്സായപ്പോൾ ഈ പ്രായത്തിൽ ഒരു അണപ്പല്ലൊക്കെ വരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തനിക്ക് തോന്നിയതായിരിക്കും, അത് എല്ലാമാണ്, അത് ഈ ഏജിലൊന്നും വരാൻ സാധ്യതയില്ല,
കുട്ടികൾക്കൊക്കെയാണ് അണപ്പല്ല് പറഞ്ഞു പോയാൽ വരുന്നത്. അത് തൻ്റെ തോന്നലായിരിക്കും, അല്ലെങ്കിൽ ആ എല്ല് കാണുന്നതാണ്. വൈകിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് കുറേ നേരം ഡോക്ടർ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. കുറേ നേരം കുറേ ഗൂഗിളിലും അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്തു. വേറൊരു ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്, അത് അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷേ അവിടെ ഒരു പല്ലാണ്, ശരിക്കും ഒരു അണപ്പല്ല്, പുതിയതായിട്ട് വരുന്നത് പോലെ ഒരു അണപ്പല്ല് എൻ്റെ ആ ഭാഗത്ത്. അതും 1.5 കൊല്ലം കഴിഞ്ഞു. അതിന് ശേഷം എനിക്ക് മാതാവ്, കാരണം അത്രയധികം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വേദന, ഫുഡൊന്നും കഴിക്കാൻ പറ്റാണ്ട്, ഈ തലവേദനയുടെ ഒപ്പം. അങ്ങനെ ആ ഒരു രോഗസൗഖ്യം എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഞാൻ സ്ഥിരം ഒരു ആശ്രമത്തിലാണ് കുമ്പസാരിക്കാൻ പോണത്. അപ്പോൾ അവിടുത്തെ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ട്, എനിക്ക് എപ്പോഴും ദേഷ്യം വരുമായിരുന്നു, എല്ലാവരോടും ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഞാൻ ഈ ദേഷ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അച്ഛനോട് ഞാനത് പറഞ്ഞു, എനിക്ക് ദേഷ്യം അടക്കാൻ പറ്റണില്ല അച്ഛോ, എത്ര ശ്രമിച്ചിട്ടോന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ കാര്യം, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ രോഗാവസ്ഥ കാരണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു നിനക്ക് വേദന വരുമ്പോൾ നീ ഈശോയുടെ പീഡാസഹനം ധ്യാനിച്ചാൽ മതി. അത് നമ്മുടെ കുരിശിൻ്റെ വഴിയിലെ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് തുടങ്ങി യേശുവിനെ കല്ലറയിൽ സംസ്കരിക്കുന്നത് വരെയുള്ള അങ്ങനെ നീ ധ്യാനിച്ചിട്ട് കാര്യമില്ല. നീ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണ്, ഈശോ എങ്ങനെയാണ് ശരിക്കും പീഡ അനുഭവിച്ചതെന്നുള്ളത് അതിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സ്ഥിരം, അതായത് ഡെയിലി കാണാൻ തുടങ്ങി ആ ഒരു ഭാഗം, ഈശോയുടെ പീഡാസഹനം അതിൽ കാണാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് എന്ത് വേദന വരുന്ന ആ സമയത്ത് ചിലപ്പോൾ ഞാൻ തലയുടെ ചുറ്റും ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് ടവല് കൊണ്ട് തുണി നെറ്റിയിൽ വരിഞ്ഞ് മുറുക്കി കെട്ടി ഐസൊക്കെ വെച്ചൊക്കെ ആയിരിക്കും ഞാൻ തലവേദന വരുമ്പോൾ കിടക്കണം. പക്ഷെ ആ സമയത്ത് ഞാൻ ഈ സിനിമയിലെ ഈ രംഗങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ വന്നത്. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ ഉറങ്ങിപ്പോവും. ഉറക്കം ഉണരുന്നത് ഞാൻ ഫ്രഷായിട്ട് തന്നെ ഉറക്കം ഉണരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞതൊരു ഹോംവർക്കായിട്ട് തന്നെ ഞാനത് ചെയ്യാൻ തുടങ്ങി. എനിക്ക് സഹിക്കാനുള്ള ശക്തി അതിലൂടെ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ ഡിസംബർ 22 അങ്ങാണ്ടാണ് തോന്നുന്നു, എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് പെട്ടെന്ന് വയറുവേദന ഉണ്ടായി. ഞാൻ ഛർദ്ദിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീട്ടിലെത്തിയിട്ട് ഛർദ്ദിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ് ഒരു 20 പ്രാവശ്യമെങ്കിലും ഞാൻ രാത്രി ആയപ്പോഴേക്കും ഛർദ്ദിച്ച് തീർന്നു. ഞാൻ അവശയായിപ്പോയി. അതിന് അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി ഡ്രിപ്പൊക്കെ ഇട്ട് കിടത്തി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അസിഡിറ്റി ആയിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അന്നേരം വഴക്ക് പറഞ്ഞായിരുന്നു, നീ ഉപവാസമൊക്കെ എടുക്കണോണ്ടാണ് നിനക്ക് ഈ അസിഡിറ്റി കയറണത്, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ രോഗമുള്ളവർ അങ്ങനെ ഉപവാസം എടുക്കണമെന്ന് നിർബന്ധമില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഫുഡൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഉറക്കം ഉളക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള അതൊക്കെ ഉള്ള ആളാണെങ്കിലും ഞാൻ ബുധനാഴ്ചയും ശനിയാഴ്ചയും കാലത്ത് ഞാൻ ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു താൻ ഉച്ചക്ക് കഴിക്കാതിരിക്കും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യല്ലേ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ രാത്രി ഒരു 8 മണിക്ക് തലേ ദിവസം കഴിച്ചാൽ പിന്നെ കഴിക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴാണ്. അപ്പോൾ അതൊരു ലോങ് ഫാസ്റ്റിംഗ് ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ജപമാല ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും എനിക്ക് തലവേദന വരാറില്ല. അങ്ങനെ ഈ വയറുവേദന അസിഡിറ്റിയുടെ ആണെന്ന് പറഞ്ഞു. ഡോക്ടർ ഒരു ഗ്യാസ്ട്രോനെ കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ESA ഉള്ളതുകൊണ്ട് ഞാൻ ESA ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ അവർ പക്ഷേ എനിക്ക് സർജനാണ് റെഫർ ചെയ്തത്. അങ്ങനെ ഞാൻ സർജനെ കണ്ടു. സർജൻ അൾട്രാസൗണ്ട് ചെയ്തു. അൾട്രാസൗണ്ട് ചെയ്ത റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് എനിക്ക് അപ്പൻഡിസൈറ്റിസ് ആണ്, അത് കൂടിപ്പോയേക്കണേണ്, ഉടനെ സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കാണ് പോണത്. പോകുമ്പോൾ കാശുരൂപം കയ്യിൽ പിടിച്ച് കൊന്തയും ചൊല്ലിയൊക്കെയാണ് ഞാൻ പോണത്. അങ്ങനെ അവിടെ സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ ആകെ ഞാൻ പേടിച്ചു. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സർജറി നേരിടേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡ് 3 മക്കളുമാണുള്ളത്, എന്നെ നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല, എൻ്റെ ജോലിനെ ബാധിക്കും, 2 മാസം റെസ്റ്റ് വേണം, ഇതൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കീഹോൾ സർജറി ആയിരിക്കും എന്ന് കരുതി. പക്ഷേ ഡോക്ടർ എനിക്ക് അനസ്തെറ്റിസിന് ചീട്ട് തന്നു, എല്ലാം ഡേറ്റൊക്കെ എടുക്കാൻ പറഞ്ഞു. അവസാന നിമിഷമാണ് ഞാൻ അറിയുന്നത് ഓപ്പൺ സർജറി ആണെന്നുള്ളത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഞാൻ വില്ലിങ് അല്ല, ഓപ്പൺ സർജറി എനിക്ക് പറ്റില്ല, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൻ്റെ ജീവന് തന്നെ അബദ്ധമാണ്, കാരണം ഇത് അത്രയും ഇൻഫെക്റ്റഡ് ആയിട്ട് ഇരിക്കണേണ്, അതാണ് നിർത്താണ്ട് ഛർദ്ദിൽ വന്നതെന്ന്. ഞാൻ ഛർദ്ദിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ബ്ലഡ് കലർന്ന രീതിയിലാണ്, അതായത് ബ്രൗൺ കളറാണ് ഞാൻ ഛർദ്ദിച്ച് ലാസ്റ്റ് ആകുമ്പോൾ ഛർദ്ദിച്ച് പോകുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷൻ കൂടി പോയിട്ടാണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്തില്ലെങ്കിൽ തൻ്റെ ജീവന് തന്നെ, അത് പൊട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് മരണം തന്നെ സംഭവിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് ഹസ്ബൻഡിനെയും കൂട്ടി വരാമെന്നും പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഉടമ്പടി എടുത്ത് ഞാനൊരു
രണ്ട് മൂന്ന് പുതുക്കൽ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു അനുഭവം ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായി. ഞാൻ അന്ന് നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ ഞാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ സമയം തുടങ്ങി എനിക്ക് സങ്കടങ്ങൾ, അതായത് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും കരയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാനോ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ എന്തുണ്ടെങ്കിലും അപ്പം തന്നെ കൊന്ത ചൊല്ലി അത് സമർപ്പിക്കും, അതങ്ങോട്ട് സോൾവായി പോകും. അങ്ങനെ എനിക്കത് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിലെ പുറത്ത് വന്നിട്ട് മാതാവി ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചത്. ഓഫീസിലേക്ക് ഞാൻ വണ്ടിക്ക് പോകുന്ന സമയം മുഴുവനും ആലോചിച്ചത് എന്ത് ചെയ്യും, സർജറി വേണം, അത് ചെയ്യാൻ എനിക്ക് പേടിയുമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ഞാൻ ഓഫീസിലെത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ പറയണ തോന്നി. എൻ്റെ വീടിൻ്റെ അടുത്താണ് ആശ്രം മെഡിസിറ്റി. അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറിനെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഗ്യാസ്ട്രോ എൻട്രോളജീനെ കാണാൻ, സർജറി അല്ല കാണേണ്ടത്, ഗ്യാസ്ട്രോ എൻട്രോളജീനെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുത്തെ ഗ്യാസ്ട്രോ എൻട്രോളജീനെ കാണാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെയും ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ യൂണിഫോം ആഷ് കളറാണ്. പക്ഷേ ഞാൻ ഒത്തിരി തവണ അവിടെ പോയിട്ടുണ്ട്, അപ്പച്ചനെയും അമ്മച്ചീനെയും കൊണ്ടൊക്കെ പോയിട്ടുള്ളതാണ്. പക്ഷേ അന്നൊന്നും ഞാൻ ഒ പിയിലിരിക്കുന്ന ഡോക്ടേഴ്സ് ഈ ഒരു യൂണിഫോമിൽ ഞാൻ കണ്ടിട്ടില്ല. സർജൻ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ആ സമയത്ത് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വന്ന സമയമായിരുന്നു. ആഷ് കളറിലെ ഒരു യൂണിഫോം ധരിച്ചൊരു ലേഡി ഡോക്ടറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് എന്നെ അവിടെ സീറ്റിലിരുത്തിയത്. എന്നിട്ട് എന്നെ അവിടെ കിടത്തി എന്നെ പരിശോധിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാതാവിൻ്റെ ഒരു സാമീപ്യം തന്നെ, എല്ലാവരും പറയുന്നത് പോലെ ആഷ് കളറിലും നീല കളറിലും ഒക്കെ മാതാവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് തോന്നി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു CT എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ CT അങ്ങനെ പിറ്റേ ദിവസം തന്നെ CT എടുത്തു. ഡൈ ഉപയോഗിച്ചുള്ള CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്ത് അന്ന് റിസൾട്ട് മേടിക്കാൻ വേണ്ടി ഞാൻ പോകുന്ന ദിവസം ഞാൻ എൻ്റെ രൂപത്തിൻ്റെ അവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് തിരി കത്തിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി തൈലമൊക്കെ പുരട്ടി ഇറങ്ങുന്ന സമയത്ത് വചനം എടുത്ത് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 10-ാം വാക്യം. അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, തൻ്റെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിൻ്റെ പല്ലിന് കഴിഞ്ഞില്ല. തുടർന്ന് താഴേക്ക് വായിച്ചപ്പോൾ 12-ാം വാക്യത്തിൽ പറയുന്നു, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത്. അപ്പോൾ എനിക്ക് എൻ്റെ റിസൾട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ മാതാവ് എനിക്ക് അറിയിച്ചു തന്നു. കാരണം എൻ്റെ സൗഖ്യമാണ് അവിടെ വചനത്തിൽ പറഞ്ഞത്. അപ്പോൾ എൻ്റെ റിസൾട്ട് അതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞു, എൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടോ, മാതാവ് എനിക്ക് റിസൾട്ട് തന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ ചെല്ലേ, നീ അല്ലല്ലോ ഡോക്ടർ പറയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലണ വരെയും ഈ വചനം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. അവിടെ ചെന്ന് കാശുരൂപവും പിടിച്ചാണ് ഞാൻ അകത്തേക്ക് കയറിയത്. ഡോക്ടർ എൻ്റെ 2 സ്കാൻ റിപ്പോർട്ടും, ഞാൻ ESA വഴി എടുത്ത സ്കാൻ റിപ്പോർട്ടും എൻ്റെ CT സ്കാൻ ആസ്ട്രോ മെഡിസിറ്റിയിൽ എടുത്ത റിപ്പോർട്ടും മേശപ്പുറത്ത് വെച്ചിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞത്, ഇത് രണ്ടും 2 ആളുകളുടെ സ്കാൻ റിപ്പോർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, തനിക്ക് അപ്പൻഡിക്സിൽ ഒരു കല്ലിൻ്റെ ഒരു അംശമോ, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആണ് തൻ്റെ അപ്പൻഡിക്സ്. അതുകൂടാതെ എൻ്റെ ലങ്സ്, ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, യൂട്രസ് എല്ലാ ആന്തരിക അവയവങ്ങളിലും തനിക്ക് ഒരു കുഴപ്പമില്ല. കുറച്ച് അസിഡിറ്റി ഉള്ളതല്ലാതെ തനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഈ CT സ്കാനിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ അൾട്രാസൗണ്ട് ചെയ്തേലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അൾട്രാസൗണ്ട് സ്കാനിൽ ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൻഡിസൈറ്റിസ് ആണ്, എമർജൻസി 20 ദിവസത്തിനുള്ളിൽ സർജറി ചെയ്യണം എന്നാണ് അതിനകത്ത് പറഞ്ഞേക്കണം. അപ്പോൾ എനിക്ക് ഇത് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ച് ഞാൻ ഡോക്ടറോട് പറയുകയും ചെയ്തു, ഡോക്ടറെ ഇത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കുണ്ടായ സൗഖ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് നിങ്ങളോട് പറഞ്ഞത്, ദൈവത്തിന് എല്ലാം പറ്റും, ദൈവത്തിൻ്റെ ശക്തിക്ക് കീഴിൽ ഒരു രോഗവും നിലനിൽക്കില്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആ ഒരു സൗഖ്യവും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയത്. ഞാൻ ഈ 3 രോഗസൗഖ്യവും ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് ചെറിയ കാര്യങ്ങളല്ലേ എന്ന് തോന്നിയാലും എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതകരമായൊരു പ്രവൃത്തിയാണ് മാതാവ് ചെയ്തത്. ഈ വേദനകളെല്ലാം തരണം ചെയ്യാനും ഈ വേദനകളിൽ കൂടി എല്ലാം മുന്നോട്ട് പോകാൻ. ഇപ്പം എനിക്ക് ഉറക്കം എന്നുള്ളൊരു പ്രശ്നമില്ല. കാരണം ഞാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ 12 മണിയാവും. ഞാൻ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ജപമാല ഞാൻ അവർക്ക് വേണ്ടി ചൊല്ലി കാഴ്ച വെച്ചിട്ടാണ്. കാരണം ഹസ്ബൻഡ് വിശ്വാസത്തിലേക്ക് വന്നു, എൻ്റെ കൂടെ ഉടമ്പടിയിലെല്ലാം സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ മോളും അങ്ങനെ തന്നെയാണ്, മോൾക്ക് 12 വയസ്സുണ്ട്. പക്ഷെ എൻ്റെ ആൺമക്കൾ 2 പേരും അല്പം പുറകിലോട്ടാണ്. അവർക്ക് ഇതൊന്നും അത്ര ദഹിക്കാത്ത ഒരു ഇതാണ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി കൈ വിരിച്ച് പിടിച്ച് തന്നെയാണെങ്കിൽ ഞാൻ ഒരു ജപമാലയുടെ ഒരു രഹസ്യമെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ച് ചൊല്ലാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഞാൻ 4:30 മണിക്ക് എണീറ്റിട്ടായാലും എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയും ഒരു ജപമാലയും ചൊല്ലിയിട്ട് ആരംഭിക്കും. വിശുദ്ധ കുർബാനയും ജപമാലയും തന്നെയാണ് എൻ്റെ കുടുംബത്തിൻ്റെയും
ജീവിതത്തിൻ്റെയും ബേസ്മെൻ്റ് എന്ന് ഞാൻ പറയാം. അത് മുടക്കാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ മാതാവ് തന്നത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ആദ്യമൊക്കെ ഞാൻ പത്രം 1 മാസം കൊണ്ടൊക്കെ കൊടുത്തു തീർക്കുള്ളായിരുന്നു. പിന്നീട് ഞാനത് എൻ്റെ കയ്യിൽ കെട്ടി 2 ദിവസത്തിനുള്ളിൽ തന്നെ പത്രം എല്ലാവർക്കും തന്നെ കൊടുത്തു തീർക്കും. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് എൻ്റെ പരിചയത്തിൽ എന്ന് പറഞ്ഞാൽ പരിചയപ്പെട്ടതാണ്. ഞങ്ങൾ 2 ഇത് ചെയ്യുന്ന ഡയാലിസിസ് ചെയ്യുന്ന 2 വ്യക്തികളുണ്ട്. അത് വളരെ നിർധനാവസ്ഥയിലുള്ള 2 പേരാണ്. അപ്പോൾ ആഴ്ചയിൽ ഞാൻ 2 പേർക്കും മാറി മാറി എൻ്റെയും ഹസ്ബൻഡിൻ്റെയും വരുമാനത്തിൽ നിന്ന് അവർക്ക് ഒരു ഡയാലിസിസിനുള്ള പൈസയെങ്കിലും എപ്പോഴാണെങ്കിലും കൊടുക്കാറുണ്ട്. പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. 89 സങ്കീർത്തനം 28-29 തിരുവചനങ്ങൾ. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഞാൻ അവൻ്റെ വംശത്തെ ശാശ്വതമാക്കും. ജെസിമോൾ എന്ന ഈ സഹോദരിയുടെ വളരെ ശ്രേഷ്ഠമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം, അസുഖങ്ങൾ, സൗഖ്യം നൽകി ഈശോയിൽ നിന്ന് വലിയ സൗഖ്യം ലഭിച്ചതിനെക്കുറിച്ചാണ് 3 സാക്ഷ്യങ്ങളെ മകളിവിടെ ഏറ്റുപറഞ്ഞത്. എല്ലാത്തിനെയും അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ഒരു തുറവിയും ഈശോയെ ഗാഢമായി സ്നേഹിക്കുവാനുള്ള വലിയ അഭിഷേകവുമാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകത്തിലൂടെ പലതവണ ഈ മകൾക്ക് പരിശുദ്ധ അമ്മ സാമീപ്യം നൽകി ഈശോയുടെ ആ സ്നേഹം എപ്പോഴും അനുഭവിക്കുവാനുള്ള വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചു. കാരണം 35 വർഷമായിട്ട് ഈ മകൾക്ക് മൈഗ്രെയിൻ എന്ന അസുഖത്തെക്കുറിച്ച് ഈ മകൾ വിവരിക്കുകയായിരുന്നു. ജെസിമോൾ പറഞ്ഞതുപോലെ ഇതൊരു ചെറിയ സാക്ഷ്യമല്ല. കാരണം 35 വർഷമായിട്ട് വളരെയധികം സങ്കടപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് വളരെ ഉടമ്പടിയെടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നേർച്ച വസ്തുക്കളുടെ ശക്തമായ ഉപയോഗവും ഈശോയോടുള്ള വിശ്വസ്തതയും തൻ്റെ എല്ലാ സങ്കടങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, അണപ്പല്ല് സൗഖ്യപ്പെട്ട് ഒരു 44-ാമത്തെ വയസ്സിൽ വീണ്ടും അവിടെ പല്ല് വരിക, അതുപോലെ ഓപ്പൺ സർജറി പറഞ്ഞ അപ്പൻഡിസൈറ്റിസിൻ്റെ അസുഖം വളരെ ഒരു ഗ്യാസ് പ്രോബ്ലമായി ചുരുങ്ങി അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സമയ ചുരുക്കമാണ് പരിശുദ്ധ അമ്മ കാണിച്ചത്. അമ്മയ്ക്ക് ഈശോയോട് പറയാൻ വളരെ സമയം കുറച്ച് മതി. ഈശോ എൻ്റെ സമയമായിട്ടില്ല എന്ന് കാനായിലെ വിവാഹ വിരുന്നിൽ പറഞ്ഞെങ്കിലും നമ്മുടെ എല്ലാം സമയമാക്കി കൊടുക്കാൻ അമ്മയുടെ മധ്യസ്ഥത്തിന് ഒരുപാട് സാധിക്കും എന്നാണ് ഉടമ്പടി പ്രാർത്ഥന നമ്മോട് ഏറ്റു പറയുന്നത്. ഈ മകൾ പറയുകയുണ്ടായി, എനിക്ക് ഈശോയോട് ചേർന്ന് അവിടുത്തെ ആ സഹനങ്ങളെ ഞാൻ എൻ്റെ സഹനങ്ങളെല്ലാം ഈശോയോട് ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്കതെല്ലാം വളരെ ശക്തമായി ഏറ്റെടുക്കാനുള്ള കൃപ ലഭിക്കുന്നുവെന്ന് നമുക്കറിയാവുന്നതുപോലെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഫിലിമിൽ നാം കാണുന്നുണ്ട്. ശിമയോൻ ഈശോയുടെ കുരിശ് ചുമക്കുമ്പോൾ ഈശോയും കൂടി താങ്ങി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ശിമയോനെ തള്ളി ഉന്തി പറഞ്ഞു വിടുന്ന ഒരു വളരെ ഇമോഷണലായ ഒരു സീൻ നമുക്ക് കാണുന്നുണ്ട്. ഈശോയോട് ചേർന്ന് നമ്മുടെ കുരിശുകളെ, നമ്മുടെ വേദനകളെ, സങ്കടങ്ങളെല്ലാം ഏറ്റെടുക്കുമ്പോൾ ഈശോ തന്നെ നമ്മെ സഹായിക്കുന്നതായും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നതുമായ ഈ നല്ല സാക്ഷ്യത്തിനെ നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകുമ്പോൾ നമ്മുടെ സമാനമായ എല്ലാ സങ്കടങ്ങളെയും ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് സാക്ഷ്യം സമർപ്പിക്കാം.